5 minutes കഴിഞ്ഞിട്ട് വരാന്നല്ലേ പറഞ്ഞു. എവിടെയായിരുന്നു? അതെ, ഞാൻ ജോജയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതാ. ബ്രേസ്ലെറ്റ്. Oh, nice Grace. Wow, this is nice. ജോജ അമ്മ. കത്തി പപ്പാ. റെഡി. പപ്പാ. റെഡി. പപ്പാ. 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 റെഡി. പപ്പാ. റെഡി. എന്ത് പറ്റി? റെഡി എന്ത് പറ്റിയെന്ന്? ആടാ നീ? ജോജോ. റെഡി ജോജോ. എടുമ്പാ. മുടിയുണ്ടോ? നീ ആര്? ഞാനായിരുന്ന ജൂലി. ജൂലിയാ? ഏത് ജൂലി? ഫ്രെഡിയുടെ ഭാര്യ. ഫ്രെഡിയാ? ഏത് ഫ്രെഡി? ഞാൻ ഉണ്ണിയപ്പനാണ്. എന്റെ താറാക്കൂട്ടങ്ങളെ കണ്ടാ? എന്റെ താറാക്കൂട്ടങ്ങളെ കണ്ടോന്ന്? ഇല്ല. ഇതാര്? പപ്പ, ഞാൻ ജാനി. ഇത് ഗ്രേസ്. ആര് പപ്പ? എന്റെ പപ്പ. എന്റെ ഹലോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് 28 വയസ്സേ ഉള്ളൂ. പപ്പ, ജൂലി. താറാവിനെ കണ്ടോ? നോക്കിട്ടെ, താറാവിനെ കണ്ടോ? എന്റെ താറാപ്പറ്റം പോലെ ചെതറും താറാവ്. ഈ കൊച്ചു കറണ്ടിലാണ് അവർക്കാണ് കണക്ഷനെ കൊടുത്തേക്കും. അതിവിടെ ഒരു കേബിൾ ഡിസ്കണക്ട് ആയി കിടന്നാ. താറാപ്പറ്റം പോലെ ചെത. ആരെ ഈ മാസ്റ്റർ പ്ലാൻ? ജോജോ. ഓ, മഴക്കോലുണ്ടല്ലോ. താറാപ്പറ്റം ഇവിടെ പോയി. ബാക്കിയുള്ളവിടെ എവിടെയെങ്കിലും പോവാ, മുട്ട എടുക്കുക, തിരിച്ചെടുത്ത് കുട്ടി കയറുക. അത് പറ്റൂല. മുട്ട കറക്റ്റ് എവിടെ ഇടണം. പെണ്ണാളെ പക്കം കായലോളം തല്ലുന്ന വഴിയെ എന്റെ താറാപ്പറ്റം പോലെ ചെതറുന്നേ ഞാൻ. ആരാ? ആരാ? വഴിപോക്കരാ. വഴിപോക്കുന്ന എന്റെ പറമ്പുകാര് മുട്ട എടുക്കാൻ വന്നത്. പുളിക്കും. ഇത് എന്നാ വേഷമാണ്? എല്ലാരും ഉണ്ടല്ലോ. ഒട്ടരാ? ഒട്ടരാ? ഒട്ടന്റെ ഭാര്യയാ. ആണോ? പരദേശികളാ? കള്ളികളാ, കള്ളക്കൂട്ടങ്ങൾ. അതാരാ ആ ഹിഡുമ്പൻ? ഇതാണോ? മകനാ. തന്തേ പറഞ്ഞാൽ മതിയല്ല, മുടി വളർത്തി ഇട്ടൊക്കെയാ. എത്ര മണിക്ക് അപ്പോയിന്റ്മെന്റ് ഹോസ്പിറ്റലിൽ? രാവിലെ 10 മണിക്ക്. നേരത്തെ ആക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ ഇടണ്ട, കള്ളക്കൂട്ടങ്ങളോടെ ഇരിക്കുക. പിന്നെ ഇട്ടാ മതി. ഔ, നല്ല മഴ ലക്ഷണം. അതെ പരദേശികളെ, കൂരെ വെക്കുള്ളൂ. നല്ല മഴ പറഞ്ഞുണ്ട്, ഇടിയുണ്ട്, മിന്നലും ഉണ്ട്. ഉണ്ടാ വെക്കുള്ളൂ, മിന്നലുണ്ട്. ഫ്രൈ എടുത്തോ. വെണ്ടയ്ക്കുണ്ട്.
നല്ല സൂപ്പർ മീന്. അല്ലേ എന്തൊക്കെ പറഞ്ഞാലും ആ പൊട്ടന് മീൻ വാങ്ങിച്ചാ അറിയാം. ആർക്ക്? ഡഗ്ലാസിന് ഫ്രെഡ് വാങ്ങിച്ചല്ലേ മീൻ? ഞാൻ വാങ്ങിച്ചൊന്നുമില്ല. അപ്പൊ പിന്നെ ഫ്രിഡ്ജിലിരുന്ന മീൻ ആര് വാങ്ങിച്ചത്? ഫ്രിഡ്ജിലിരുന്ന മീനാ ഞാൻ ഈ കറി വെച്ചിരിക്കണേ. താഴത്തെ തട്ടിയിരുന്നതാ? ആ അയ്യോ, അത് മധു കൊണ്ടുവന്ന മീനാണ്. അയ്യോ, മധുവിന്റെ വീട്ടിൽ ഫ്രിഡ്ജ് കേടായോണ്ട് ഇവിടെ കൊണ്ടുവന്ന് അവന്റെ ബന്ധുക്കളൊക്കെ എവിടുന്ന മലയോരത്തുനിന്ന് അവരൊന്നും കരുതി അവർക്ക് വേണ്ടി വാങ്ങിയ മീനാണ് ഇവിടെ കൊണ്ടുവച്ചത്. ഞാൻ പിന്നെ വെട്ടി കഴുകി വെച്ച് അതാണ് എടുത്ത് കഴുകി വെച്ചത്. ആ പിന്നെ ഞാൻ ഫ്രെഡ് കൊണ്ടുവന്നായിരിക്കും വിചാരിച്ച് കറി വെച്ച്. നാണക്കെഴുതി അവന്റെ മുഖത്ത് ഞാൻ നോക്കും. അവൻ മീൻ വാങ്ങിയാൻ പറ്റും. ഇതിപ്പോ എനിക്കറിയാമോ വല്ലവന്റെ മീൻ കൊണ്ടുവന്ന് നമ്മളെ ഫ്രിഡ്ജിനകത്ത് വെക്കുമെന്ന്? പിന്നെ ഞാൻ ബോർഡ് എഴുതിക്കണോ? ഇവിടെ മീനുണ്ട്, വേറെ ലെവന്റെ മീൻ ഇവിടെ വീട്ടിൽ ഉണ്ടെന്ന് പറയും. ബോർഡ് എഴുതിക്കണോ? ഫ്രെഡി ബോർഡൊന്നും എഴുതി വെക്കണ്ട. അറ്റ്ലീസ്റ്റ് എന്നെ വിളിച്ചൊന്ന് പറയാ, അതെ മധുവിന്റെ മീൻ കൊണ്ടുവന്ന് നമ്മളെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, നീ എടുക്കല്ലേന്ന്. ഇത് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ മീൻ കറി വെച്ചപ്പോഴാ കുറ്റം പറയണം. ഇനിയിപ്പോ ഞാൻ മധുവിന്റെ അടുത്ത് പറയും. മമ്മ ഒരു കഷ്ണം മീൻ എനിക്കും. മമ്മ കറിയല്ല, ഫ്രൈ ഫ്രൈ ഫ്രൈ. Yeah. താങ്ക് യു. ഞാൻ ഇനി മധുവിന്റെ അടുത്ത് എന്ത് പറയും? മധുവിന്റെ അടുത്ത് എന്ത് പറയാനാ? എടാ നീ കൊണ്ടുവന്ന മീൻ എന്റെ ഭാര്യ എടുത്ത് കറി വെച്ച് അറിഞ്ഞില്ല, പകരം ഞാൻ വേറെ മീൻ മേടിച്ചു തരാം, പ്രശ്നം തീർന്നു അവിടെ. ഇത്രയല്ലേ ഉള്ളൂ കാര്യം. നെമ്മീൻ ചോദിയാണ് കിട്ടും ഇവിടെ. അത് മാർക്കറ്റിൽ കിട്ടുന്ന മീനുണ്ടോ ഫ്രെഡി? എന്റെ പൊന്നു അപ്പ മീനല്ലേ, മീൻ കിട്ടാണ്ടിരിക്കോ? സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് കിട്ടും. പൈസ കൊടുത്താൽ എത്ര മുട്ട മീനും കിട്ടും. പിന്നെ കിടത്തി വെച്ചിരിക്കണ അടിക്കടിക്കിട്ട്. ഇത് ഫോട്ടോ ചെയ്യാ, ഇവിടെ കിട്ടാത്ത മീനുണ്ട്. ഓ എനിക്കറിയാം. നീ ആ ഡഗ്ലസിനെ കൂട്ടി പോയിട്ട് വാ. പപ്പ അറിയാന്നുള്ള ഫ്രണ്ട്സിനെ വിളിച്ചു അപ്പൊ ടെൻഷൻ അടിക്കണ്ട, പപ്പ ആദ്യം ഫുഡ് മീൻ കിട്ടുമെന്ന് എനിക്കറിയാം. ഇന്ന് വൈകുന്നേരത്തിന് കിട്ടുമെന്ന് അവിടെ ആൾക്കാർ വരുമെന്ന്. നാണക്കേടാണ്. കഴിച്ചു കഴിഞ്ഞില്ലേ? വിശ്വസിച്ച് ഒരാളെ കൊണ്ട് മീൻ അയപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് ശരി തന്നെ, നാണക്കേടാണ്. അത് നമ്മൾ അറിയാതെ സംഭവിച്ചു പോയ കാര്യമല്ലേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മള് കഴിച്ചു പോയി. ഇട്. ഇപ്പൊ അവർക്ക് സമയത്തിന് മീൻ കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് നമ്മള് ഫ്രഷ് മീൻ മേടിച്ചു കൊടുക്കും, ഫ്രിഡ്ജ് വെച്ച മീൻ കൊടുക്കണ്ടോ? മതിയടാ നീ കഴിച്ചിട്ട് നീ പെട്ടെന്ന് ഡഗ്ലസ് വിളിച്ചിട്ടോ. ഞാനേ കഴിയട്ടെ, ഞാൻ ഫോണില് ബാക്കിയുള്ള കൂടി തീർത്തിട്ട് നമുക്ക് വേണ്ട. ഞാൻ അല്ലെന്നിട്ട് ഞാൻ വിളിക്കട്ടെ, ഞാൻ വിളിച്ച് ചോദിക്കാം. റെഡി കഴിച്ചിട്ട് എനിക്കറിയാം, എനിക്ക് നാണക്കേടാ, എനിക്ക് അഭിമാനമുണ്ട്. ചുമ്മാ ഇതുപോലെ കഴിച്ചു നിന്നാ പോരാ, എനിക്ക് അഭിമാനമുണ്ട്. പറച്ചിലിട്ട നമുക്ക് ആർക്കും അഭിമാനം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഞാൻ വരണട്ടാ. വേണോ അല്ലേ? കുരുമുളക് കുറച്ച് കൂടി പോയോ? പക്ഷെ എനിക്ക് ഇഷ്ടാ. എല്ലാം കൂടുതലിട്ട ഫ്രെഡി പറഞ്ഞ പോലെ ഞാൻ എരിവൊക്കെ ഞാൻ ഇപ്രാവശ്യം ഇച്ചിരി എരിവ് പറയും. ഇതുകൂടെ വെച്ചോ, ലൈറ്റ് വെച്ചിട്ട് പോയിക്കോ. ഞങ്ങള് തീർക്കുവാണ്, എനിക്ക് കിട്ടില്ലെന്ന് പറയല്ലേ. ഞാൻ എന്ത് നിന്നെ സത്യം പറഞ്ഞ എനിക്ക് ഇന്നെ ഫേസ് ചെയ്യാൻ വയ്യ. ഞാനിങ്ങനെ നാണക്കേടുകൊണ്ട് എവിടെയെങ്കിലും ഓടിപ്പോവാൻ വിചാരിച്ചു. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന മീൻ ഇവിടെ ഇല്ല. ഇവിടെ ഞാനേ ഈ എറണാകുളം ജില്ല കംപ്ലീറ്റ് തപ്പി. എല്ലാ കൂട്ടുകാരും സൈമനെ വിളിച്ചു, ഷാജിയെ വിളിച്ചു, അഫ്സലിനെ വിളിച്ചു, എല്ലാരെയും വിളിച്ച് അന്വേഷിച്ചു. ഒരിടത്ത് ഈ മീൻ കിട്ടാനില്ല. ഞാൻ ചോദിക്കട്ടെ, നീ ഏറ്റവും അവസാനത്തെ മീനാടാ നീ വാങ്ങിച്ചത്? ആ മീനില്ല, തീർന്നു. ലാസ്റ്റ് മീൻ നീ വാങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ പോയപ്പോ വേറെ ഒരിടത്തും ആ മീനില്ല. എന്നാലും സോറിടാ, സോറി. എടാ എന്തിനടാ സോറി ഒക്കെ പറയണേ? നമ്മളെ കഴിച്ചിട്ട് ഞാനൊരു മീൻ വാങ്ങി ഇവിടെ കൊണ്ട് തന്നു. വലിയ മീൻ. ഓ, അത് നിങ്ങൾ കറി വെച്ച് കഴിച്ചു, അത്രയല്ലേ ഉള്ളൂ. എടാ അതിനൊക്കെ എന്തിനീ സോറി പറയണത്? എടാ അതല്ല, എടാ നിന്റെ ബന്ധുക്കളില്ലേ വരുമ്പോ അവർക്ക് മീൻ കൊടുത്തില്ലെങ്കിൽ അത് നിനക്ക് കുറച്ചതല്ലടാ, അതുകൊണ്ടാണ്. എടാ അതിന് ഞാൻ അവിടെ താറാവും കോഴിയും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പോകുമ്പോ വഴിക്ക് കുറച്ച് മീനും മേടിച്ചോളാം, പോരെ? ഇവിടെ കുറച്ച് കറി ഇരിക്കണ്ട, അത് അങ്ങോട്ട് കൊണ്ടുപോയി. ഓ എന്തിന്, അതവിടെ ഇരിക്കട്ടെ, ഞാൻ വൈകുന്നേരം വരാം, അപ്പൊ എടുത്തോളാം. നീ വൈകുന്നേരം വരണം. ആ ഉറപ്പായിട്ടും. കുറച്ച് കറി ഇരിപ്പോട്ടെ, അടുത്ത് കഴിച്ചാലേ കേട്ടാ. വൈകുന്നേരം വരുമോ അവൻ? ഷോ ഒക്കെ നിർത്ത്. നീ വൈകിട്ട് അവിടെ ഇറങ്ങില്ലേ? ഒന്ന് വിട്ടേക്കണേ. പോകട്ടെ. ഓ ആ എടാ പോകട്ടെ. ഓക്കേടാ. ആ പോണേണ്ട, എന്റെ ഫ്രണ്ടാണ്. അവന്റെ മനസ്സ് കണ്ട. നിങ്ങൾ കഴിച്ചോടാ, നിങ്ങൾ കഴിച്ചോടാ. ജൂലി ഇങ്ങനത്തെ ഫ്രണ്ട്സ് ആണ് എനിക്ക് അറിയാമോ? അല്ല ചുമ്മാ ലോക്കൽ ഫ്രണ്ട്സ് എന്ത് ലോക്കൽ ഫ്രണ്ട്സ്? ചുമ്മാ ആളറിയാതൊന്നും പറയുന്നത് ജൂലി. വേറെ കൂടി ഇഷ്ടം പോലെ ഉണ്ട്, സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഇതിനകത്ത് ഫുഡ് വർക്കാണ് പൊളി, മനസ്സിലായോ? ഇങ്ങനെയാണ് കറങ്ങി ചെയ്യണേ. ലെഗിന് ബാലൻസ് വേണം, ബാലൻസ് ഉണ്ടെങ്കിൽ പറ്റും. ഇത് സൂപ്പറാ.
ഈ ഒരു ആംഗിൾ നോക്കുമ്പോ കൊള്ളാം. സൂപ്പർ അല്ലേ? കാണിച്ച മോശമായി പോയിട്ടാ. എന്തോ അപ്പാ? നിന്റെ അടുത്തല്ല, അവന്റെ അടുത്ത്. എന്തോ മുതലാളി? നീ കാണിച്ച മോശമായി പോയെന്ന്. എന്താണ്? അവന്റെ കൂട്ടുകാരനെ ചീത്ത വിളിക്കാൻ അവന്റെ മുമ്പ് ഇൻസൾട്ട് ആയി ചെയ്തില്ലേ? അയ്യോ, അത് മുതലാളി അറിഞ്ഞില്ലേ? എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. എന്ത് കോംപ്രമൈസ്? അത് ഞാൻ കോംപ്രമൈസ് ആയത്. ഇവിടെ കോംപ്രമൈസ് ആയ അവിടെ ഇൻസൾട്ട് ആയതിന്റെ അതൊക്കെ നമുക്ക് മറക്കും. അല്ല അവിടെ എടാ നിന്റെ മറവ് കാരണോടാ ഇതൊക്കെ സംഭവിച്ചത്. അല്ല അത് ആ കൂട്ടുകാരെ മുമ്പ് നിന്നെ അടുപ്പിക്കോ? ആ ഗ്യാങ് നിന്നെ ഉണ്ടാവോ? അത്ര ഇൻസൾട്ട് ആയില്ലടാ നീ. കോംപ്രമൈസ് ആയോ? അത് നിങ്ങൾ കോംപ്രമൈസ് ആയി. നീ ഒന്ന് വിളിച്ചാ? ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. പക്ഷെ കുറച്ച് എന്തുകൊണ്ട് എടുക്കാത്ത പറയടാ. എന്തുകൊണ്ട്? അല്ല സൺഡേ എന്തെങ്കിലും. എന്ത് സൺഡേ? സൺഡേ ഉണ്ട്. നിന്നെ വേണ്ട, നിന്റെ ആ ഗ്യാങ് ഇതിന് ഉൾപ്പെടുത്തൂല. കാരണം നീ ഇൻസൾട്ട് നീ അവനെ ചീത്ത വിളിക്കുകയും അവന്റെ മുമ്പ് നീ ഇൻസൾട്ട് ആവുകയും ചെയ്യും. അത് അവനറിയാം. അത് 10 പറയും. അവൻ അറിയാം. എല്ലാം നിന്റെ മറവ് കാരണമാണ്. മറവ് കാരണം വല്ല പ്രേമി വല്ല കറങ്ങി കൂടിടാ. നീ ഡഗ്ലസ് മറവ് കാരണം. എന്റെ പൊന്നു പോലെ നമ്മൾ നേരത്തെ പറഞ്ഞത് കോംപ്രമൈസ് ആക്കിയതല്ലേ? കോംപ്രമൈസ് ആയില്ലെന്നുള്ള പപ്പ പറഞ്ഞത്. ശരിയാണ്, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. അല്ലെങ്കിൽ സൺഡേ എന്തോന്ന് പരിപാടി? സൺഡേ ഫ്രീ ആവല്ലേ ചെയ്യേണ്ടത്? നീ ഇപ്പൊ ഞാനൊരു കാര്യം പറയും. ഞാൻ അവന്മാരെ അടുത്ത് നീ പോരുത് കേട്ടാ. അവളെ കാര്യം പോയെന്ന് ഞാൻ പോടും. ചുമ്മാ ഇൻസൾട്ട് ആയിട്ട്. എന്തോ മുതലാളി കാണിച്ചത്? ഞാൻ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി വെച്ചാണ്. അതിന്റെ മുതലാളി എന്തിനൊന്ന് ചൊറഞ്ഞത്? ഞായറാഴ്ച എനിക്ക് സമയം പോണ്ടാണ്. ഞാനൊക്കെ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് ബേളം കേട്ടു. അന്ന് രണ്ടും കൂടെ കൊണ്ട് കെട്ടിപ്പിടിച്ചിരുന്ന തങ്ങ സന്തോഷിക്കുകയല്ലേ. അവന്റെ മുമ്പ് ചെന്ന് വെറുതെ കേട്ടാ. പറടാ. അതളിയാ, ഞാൻ നിനക്കൊരാളാ 25,000 രൂപയില്ലേ? ആ അത് ഞാനിപ്പോ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെക്കൊന്നും വേണ്ട, ഞാൻ ക്യാഷിൽ വന്നത്. ക്യാഷ് ആയിട്ട് വന്നാൽ മതി. എടാ അളിയ അങ്ങനെ പറയല്ലേ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ചെന്നൈ വരെ പോകണ്ടാണ്. ഞാൻ ഇനിയിപ്പോ പോയിട്ട് ബാങ്കിൽ പോയി പൈസ ഒക്കെ എഴുതിയെടുത്ത് കൊണ്ടുവന്ന് തരുമ്പോഴത്തേക്കും അതൊന്നും നടക്കൂലടാ. ഞാൻ ഒരു പണി തന്നാ, ഞാൻ ചെന്നൈ പോയി വന്നിട്ട് പൈസ കൊണ്ട് തന്നാ മതിയോ? ചെന്നൈ പോയിട്ട് നീ എപ്പോ വരും? ചെന്നൈ പോയിട്ട് ഒരു മാസത്തിനുള്ളിൽ പെട്ടെന്ന് വരും. അത് വേണ്ട. അതെ, നീ ഒരു കാര്യം ചെയ്യ്, ചെക്ക് എഴുതിട്ടെ. ഞാൻ ഇപ്പൊ വീട്ടിലില്ല, ജൂലിയുടെ കൈ കൊണ്ട് കൊടുത്താൽ മതി. ഓ കേട്ടാ? ശരി ഓക്കെടാ. ചെന്നൈ എന്തിനു പോണേ? ചുമ്മാ ബിസിനസിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോണ്. ശരിടാ. ഓക്കെ എന്നാ ഞാൻ കൊടുത്തോളാം. ചെന്നൈ പോയിട്ട് 1 മാസം പോയി കറങ്ങി വന്നിട്ട് പൈസ തരാം. എന്റെ കയ്യിൽ നിന്ന് കിട്ടിയാലോ തന്നെ ബിസിനസ് ഏടാ കാലം കറങ്ങി തിരിയാൻ വേണ്ടി പോയത്. ടോബി മെഗ്വറിന്റെ എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു? വന്നപ്പോ തിയേറ്റർ അങ്ങ് മൊത്തം ഇളകി. എന്റെ സൗണ്ട് ഒക്കെ പോയി. ഇതിനെ പറ്റി ചെലന്തി മാപ്പിളെ ഇംഗ്ലീഷ് കാണാറില്ലെന്നേ. ചലന്തി മാപ്പിളെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവോ? സ്പൈഡർമാൻ അറിയില്ല. നമ്മുടെ 8 കാറുള്ള 8 കാലിൽ പാണ്ടിപ്പടങ്ങളെ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? ഗ്രീൻ ഗോബ്ലിൻ. അപ്പൊ ഒക്ടോബസ് ബ്രിഡ്ജിൽ നിന്ന് കയറി മോനെ ജോജോ മോനെ നാങ്കളെ എടോ നീ വന്നേടാ. ഇങ്ങോട്ട് വാ. ഒരു സെക്കൻഡ് വന്നേ. എന്താ എടാ മോനെ, പപ്പാക്ക് ഒരു ചെക്ക് കൊടുക്കാനുണ്ടേ. പപ്പ വീട്ടിലില്ലെന്നാ പറഞ്ഞേ. മമ്മയുടെ കൈ കൊടുക്കണമെന്നാ പപ്പ പറഞ്ഞു. ഇതൊന്ന് കൊടുത്തേക്ക് വന്നി. ഞാൻ കൊടുത്തേക്കാം. 25 രൂപ. ഓക്കെ മറക്കാതെ കൊടുക്കണേ. ചെക്കിന്റെ കാര്യമില്ല, ടെൻഷൻ അടിക്കണ്ട. പോയിട്ട് തിരക്കുള്ളതുണ്ടോ? ചെന്നൈ വരെ പോണം. അല്ലേ ഞാൻ കൊണ്ട് കൊടുത്തന്നെ. കൊടുത്തേക്കില്ലേ? ചെന്നൈയിൽ എന്താണ്? ഒരു ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി പോണം. സമയമില്ല. ഓക്കെ മോനെ, ശരി. ജൂലിയേ, അഭിനയത്തിൽ പ്രധാനം എന്താണെന്നറിയാമോ? ഒബ്സർവേഷൻ. എന്താണ് ഒബ്സർവേഷൻ? എന്താണ് ഒബ്സർവേഷൻ? കണ്ടുപിടിക്കേ. നോക്കുക, കാണുക. കണ്ടുവല്ല, നിരീക്ഷണ പാഠവം. അങ്ങനെയും പറയാം. നമ്മൾ ചുറ്റും നോക്കണം. ഒരു നടനാവുമ്പോ നമ്മൾ ചുറ്റും നോക്കണം. അതായത് മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ എല്ലാം. മരങ്ങളല്ലേ? മരമുണ്ട്. ഒരു മരം, അതിൽ കാറ്റടിക്കുന്നു, അതിന്റെ ചില്ലകൾ. ഇപ്പൊ ശക്തിയായ കാറ്റാണ്. കണ്ടാ, ഭാവങ്ങൾ മാറിയണ്ട. മരത്തിന്റെ ഭാവം മാറിയണ്ടടാ. അതിനാണ് അങ്കിളെ മരം പോലെ നിൽക്കണം പറയണേ.
എടാ മരം പോലെ നിൽക്കുന്നു പറഞ്ഞാൽ ഒരു നടന് ഒരു ഡയലോഗ് കിട്ടുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതാണ് മരം പോലെ നിൽക്കാന്ന് പറഞ്ഞാൽ. അത് വഴിയെടുത്താ അത് വേണ്ട. അതും വേണ്ടേ? ഒരു നടൻ ഒരു മൃതബിംബങ്ങളാവാൻ പാടില്ല. അങ്ങനെ വേണ്ട. എന്ത് വല്ല മനസ്സിലാവണ്ട. എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? പറ. മരം പോലെ നിൽക്കാൻ പാടില്ല അല്ലേ? കറക്റ്റ്. എന്ത് മരം പോലെ നിൽക്കാൻ പാടില്ല? ആരും മരം പോലെ നിൽക്കാൻ പാടില്ല. യവനല്ലടാ നടൻ. നീ ആരാണ്? ഞാൻ നീ മോനെ നീ ഓഡിഷന് പോണത് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ഇതൊന്നും അറിയൂടാ. നീ എന്തിനാടാ പോണത്? നീ കേടാ. ഇതുവരെ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ, മനസ്സിലായി, ഹൃദ്യസ്ഥമാക്കിയല്ലോ. ഇനി നമുക്ക് രസങ്ങളെ പറ്റി പഠിക്കാം. എത്ര രസങ്ങളുണ്ടെന്നറിയാം? ഒരു 10-12 അല്ലടാ, 10-400 കൂടെ രസങ്ങളുണ്ടാ. എടാ നവരസങ്ങൾ. നവം എന്ന് പറഞ്ഞ എത്ര? അങ്ങളെ എന്റെ ഒരു നിഗമനം വെച്ചിട്ട് 6. തിരിച്ചിട്. 9. കറക്റ്റ്. അവനെ കണ്ടുപടി. അടങ്ങ് ഹരി അടങ്ങ്. ആദ്യം ശൃംഗാരം. ശ്രദ്ധിച്ചോ? കണ്ടോ? എനിക്ക് മനസ്സിലായി. ഞാനിത് കാണിക്കാറുണ്ടല്ലോ അപ്പ. എവിടെ? ഗ്രേസ് ഓർമ്മ അങ്ങനെയല്ല കാണിക്കാറുള്ളത്. അത് ശൃംഗാരമല്ല, ആക്രാന്തം. ഗ്രേസ് വരുമ്പം കാണിക്കും. അടുത്ത കരുണം. ശ്രദ്ധിച്ച് നോക്കിക്കോ. കരുണം. ഇത് ഞാൻ കാണാറുണ്ട്. എവിടെ? പപ്പ അമ്മയുടെ ഫ്രണ്ടിൽ പോയി പെടുമ്പോൾ അവസ്ഥ ഇങ്ങനല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലടാ, നീ ഓഡീഷൻ കഴിഞ്ഞിട്ട് തോറ്റ് തുന്നാമ്പാടി തിരിച്ചു വരൂലേ? അപ്പോഴാണ് അവസ്ഥ ഇങ്ങനെ. പപ്പ നല്ല ആവശ്യമുണ്ടോ നിനക്ക്? കണ്ടിട്ടുണ്ടാവാൻ. അടുത്തത് നോക്കിയോ? വീരം. വീരം എന്ന് പറയുമ്പോ നിനക്ക് നല്ലൊരു വേഷം ഡയറക്ടർ തന്നു. നീ ആ വേഷം ചെയ്ത് കാണിച്ച് അപ്പം ഡയറക്ടറിന്റെ മുഖമാണ് നിന്നെ നോക്കിയിട്ട്. പോടാ. ഇതാണ് വീരം. പഠിപ്പിക്കുമ്പോ തലേക്കാണ്. അടുത്തത് ഭയാനക. നിന്റെ മമ്മി രാവിലെ എണീറ്റ് വരുമ്പം പപ്പ കണിയാണൂലേ, അപ്പൊ പപ്പയുടെ മുഖം നോക്കും. അതാണ് ഭയാനക. ഞാനൊക്കെന്ന് പറഞ്ഞോളൂ. കണ്ടോ? നമുക്ക് നോക്കാം. നീ എന്തോന്നടേ എഴുതണ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. തുടങ്ങി വെക്കാന്ന് വിചാരിച്ചു. എന്തോന്ന് തുടങ്ങി വെക്കാൻ? നിനക്ക് വല്ല അറിയാമോ തുടങ്ങി വെക്കാൻ? ഉണ്ടായില്ലടാ, ഞാൻ പറഞ്ഞാടാ. അടുത്തത് നവരസങ്ങളിൽ പ്രധാനം ഹാസ്യരസം. ഹാസ്യരസം നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? എങ്ങനെയുണ്ടാക്കും? എളുപ്പവഴിയുണ്ട്. ഹാസ്യരസം ചെയ്യാൻ എളുപ്പവഴിയുണ്ട്. ശ്രദ്ധിച്ചോ? അത് നിന്റെ അമ്മൂമ്മയിലടാ, പറട്ടക്കളവി. എടാ മഗ്യാനിയിലടാ നിന്റെ അമ്മൂമ്മ, മകി ബദാമ, എന്റെ അമ്മായിയമ്മ, അമ്മായിത്തള്ള. അവരോട് വരുമ്പം പപ്പേരെ മുഖം എങ്ങനെ വരും? അവരെ കാണുമ്പം അവരെ കാണിച്ചില്ല. അതിങ്ങനെ കാറിൽ വരുന്നു, ഡോറ് തുറക്കുന്നു, പുറത്തിറങ്ങുന്നു, ഇങ്ങനെ നോട്ടുണ്ടല്ലോ, കണ്ണാടി വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു. അവിടെ തന്നെ കാണുന്നു. ഞാൻ മഗ്യവന്മാരെ മുഖത്ത് നോക്കുന്നു. എന്ത് സർപ്രൈസ് ആണ് ഫ്രെഡി? എന്ത് സർപ്രൈസ്? പാട്ടൊക്കെ ഉണ്ടോ? ഇതെന്താണ് നടക്കാൻ പോണ? നോക്കിക്കോ. വിളിക്കാവേ? എന്ത് ചിരിക്കണോ? ഇല്ല, ഇനി 1 മണിക്കൂറും 9 മിനിറ്റ്. എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് തരുന്ന കാര്യം ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, ഒരു സർപ്രൈസ് കിട്ടിയാ മതി. പട്ടപട്ടായിട്ടിരിക്കണ. എന്ത്?
നെഞ്ച് അതെന്തിന്? സർപ്രൈസ് തരാനുള്ള ഒരു വ്യഗ്രത. എനിക്കെന്നെ അടിക്കണ്ട എന്താണെന്ന് അറിഞ്ഞാലുള്ള വ്യഗ്രത. വ്യഗ്രത. കർത്താവെ 11:58. 11:59. ജോജോ ഓക്കേണാ? സർപ്രൈസ് ഓക്കേണാ? അതാ സർപ്രൈസ് സമയ സർപ്രൈസ് സമയ എവിടെ? വാ വാ ഓടി ഓടി. എന്റെ സർപ്രൈസ് ഞാൻ കാണും. ഫ്രെഡി സർപ്രൈസ് ഞാനല്ലേ ആദ്യം കാണുന്നത്. പിന്നെ ഫ്രെഡി എന്തിനാ ഓടിപ്പോണേ? ഇവിടെ ഒന്നുമില്ലേ? ഉണ്ട്. എവിടെ ഇപ്പൊ നോക്കിയോ ജൂലി? ഇപ്പൊ നോക്കിയോ? ഇപ്പൊ നോക്കിയോ? ഒന്ന് പോ ഫ്രെഡി, വെറുതെ കളിയാക്കണേ. ഇല്ല ജൂലി നോക്കിയോ? ഇപ്പൊ നോക്കിയോ? സർപ്രൈസ് ഇപ്പൊ ഉണ്ട്. സർപ്രൈസ് വരും. സർപ്രൈസ് 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 ഇവിടെ. യെസ്, ദിസ് ഈസ് മൈ സർപ്രൈസ്. ദിസ് ഈസ് മൈ സർപ്രൈസ്. ഇത്ര ഉള്ളോ? ഇനി ഉണ്ടാവും. ഇനിയും ഉണ്ടാവില്ലേ? ഇനി ഉണ്ടാവും. സർപ്രൈസ് ഉണ്ടാവും. ഇനി ഉണ്ടാവും ജൂലി, ഉണ്ടാവും. ജൂലി ഐ ലവ് യു. താങ്ക് യു ഫ്രെഡി. സർപ്രൈസ്. ഫ്രെഡി സൂപ്പർ. കേക്ക്. ഇനി സർപ്രൈസ് ഉണ്ടോ ഫ്രെഡി? ഇനി സർപ്രൈസ് ഉണ്ടാവോ? ഉണ്ടാവില്ലേ? ഉണ്ടാവല്ലോ. സർപ്രൈസ് സർപ്രൈസ്. ഇനി സർപ്രൈസ് ഉണ്ടാവോ? സർപ്രൈസ്. എങ്ങനെയുണ്ട്? സൂപ്പർ. മമ്മ പപ്പയുടെ സർപ്രൈസ് എങ്ങനെയുണ്ട്? നൈസ്. ഇഷ്ടപ്പെട്ടോ? ഒരുപാട്. പപ്പ സൂപ്പർ സൂപ്പർ. പൊളി പപ്പ, പൊളി. ജൂലി open it. Open it, please. Wow. Dear Julie, how is the cake? Is it nice? Oh. Julie, cut it. എന്നോട് നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സർപ്രൈസ് എന്നും പറഞ്ഞ് കേക്ക് വാങ്ങിച്ചെന്നിട്ട് അതിലൂടെ എഴുതി കാണിക്കായിരുന്നല്ലേ. എന്റെ മുഖത്തോക്കി പറഞ്ഞാ പോരായിരുന്നു ഫ്രെഡിക്ക്. I love you. എന്താ മുഖത്തോക്കി പറയാൻ അല്ലേ? ഒന്നും കൂടെ പറ പപ്പ. ഹാപ്പി ആനിവേഴ്സറി. ഐ ലവ് യു ജൂലി. ഐ ലവ് യു. എന്താ എത്തിയോ? ഇത് വായിച്ചു നോക്ക്. എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം